നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ്. മലയാള പുതുവർഷം ചോതി നക്ഷത്രത്തെ പറ്റിയാണ് ഇനി ഇവിടെ പറയുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവർക്ക് വേഴം 9 വരുന്നത്. വേഴം 9 വരുന്നത് നല്ലതാണ്. 9 എന്ന് പറഞ്ഞ ഭാഗ്യസ്ഥാനമാണ്. അതുകൂടാതെ പിതാവിൻ്റെ സ്ഥാനമാണ്. പിതാവിൽ നിന്നും എന്തെങ്കിലും ധനനേട്ടങ്ങളോ അതുപോലെ പിതാവിൽ നിന്നും എന്തെങ്കിലും നേട്ടങ്ങളോ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇവരെ സംബന്ധിച്ച്. പിന്നെ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രവർത്തികളിൽ, അതുപോലെ തന്നെ കർമ്മസ്ഥാനങ്ങളിൽ എല്ലാം ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരും. 9 വേഴം നിൽക്കുന്നത് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമാണ്. അതേപോലെ തന്നെ ശനി ഇവർക്ക് 6 വരുന്നത്. 3, 6, 11 നിൽക്കുന്ന പാപഗ്രഹം ഗുണം ചെയ്യുമല്ലോ. അപ്പോൾ ശനി 6 നിൽക്കുന്നത് ഗുണകരമാണ്. 6 എന്ന് പറഞ്ഞാൽ ശത്രുസ്ഥാനം കൂടിയാണ്. അതേപോലെ തന്നെ രോഗത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ 6 നിൽക്കുന്ന ശനി ഗുണപരമായ കാര്യങ്ങൾ ചെയ്യും. ശത്രുവിനെ ജയിക്കാൻ ഇടവരും. ശത്രുവിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. ശത്രുവിനെ കീഴ്പ്പെടുത്തും. ശത്രു ദോഷങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ടും. പിന്നെ രോഗത്തിൻ്റെ സ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രോഗസംബന്ധമായ രോഗിയായിരിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് രോഗത്തിൽ നിന്ന് മുക്തി കിട്ടും. രോഗസംബന്ധമായി ഇവരെ സംബന്ധിച്ച് രോഗശമനത്തിന് കാരണം ഉണ്ടാകും. അതിനുള്ള അവസരങ്ങൾ വരും. ആരോഗ്യപരമായിട്ട് നല്ല വിധത്തിലുള്ള കാര്യങ്ങളാണ് ശനി 6 നിന്നാൽ ഇവർക്ക് കിട്ടാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് രാഹു 5 വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ സന്താന സ്ഥാനമാണ്. അപ്പോൾ രാഹു 5 നിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ തരും. സന്താന തടസ്സങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് ദോഷമുണ്ടാവും. സന്താനങ്ങളിൽ നിന്നും ഒരു നല്ല കാര്യങ്ങൾ ഇവർക്ക് കിട്ടില്ല. സന്താനങ്ങളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരും. മനക്ലേശങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം രാഹു 5 വരുന്നത് കൊണ്ട് വരാവുന്നതാണ്. കേതു 11 നിൽക്കുന്നത് ഗുണമാണ്. ഇവരെ സംബന്ധിച്ച് കേതു 11 വരുന്നത്. 11 വരവിൻ്റെ സ്ഥാനമാണ്. വരവിൻ്റെ സ്ഥാനത്താണ് പാപഗ്രഹം. എങ്കിലും 11 ഗുണം ചെയ്യാവുന്നതാണ്. പാപഗ്രഹങ്ങളെ സംബന്ധിച്ച് 11 ഗുണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗുണപരമായ കാര്യങ്ങൾ കേതു 11 നിൽക്കുമ്പോൾ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ധന നേട്ടങ്ങൾ ഉണ്ടാകും. വരവിൽ കൂടുതൽ വരവുണ്ടാവും. ചെലവിനെക്കാട്ടും കൂടുതൽ വരവുണ്ടാവും. പല വിധത്തിലുള്ള ധനനേട്ടങ്ങളുണ്ടാവും. ശുഭസ്ഥാനമാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ ഗുണകരമായ കാര്യങ്ങൾ വന്ന് സംഭവിക്കും. ഇതെല്ലാം കേതു 11 വരുമ്പോൾ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ വേഴം 9 നിൽക്കുന്നതും ശനി 6 നിൽക്കുന്നതും ഇവർക്ക് ഗുണകരമാണ്. എന്നാൽ രാഹു 5 നിൽക്കുന്നതും കേതു 11 രാഹു 5 നിൽക്കുന്നത് ഗുണകരമാണ്. കേതു 11 നിൽക്കുന്നത് രാഹു 5 നിൽക്കുന്ന സന്താന സ്ഥാനത്ത് രാഹു 5 നിൽക്കുന്നത് ദോഷപരമാണ്, ഗുണകരമല്ല. എന്നാൽ കേതു 11 നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണകരമാണ്. അപ്പോൾ ദോഷം എന്നാൽ ഗുണാധിക്യം കൂടുതലും ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഈ മലയാള പുതുവർഷം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇവർ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം രാഹു 5 വരുന്നത്. അപ്പം നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ, നാഗപ്രീതി നേടിയാൽ ഇവരുടെ ദോഷാനുഭവത്തിൽ നിന്നും ഇവർക്ക് മുക്തി നേടാൻ സാധിക്കും. വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും
ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.